നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. വെറും 2 മാസത്തെ കാലാവധിയല്ലേ ഞാൻ ചോദിക്കുന്നുള്ളൂ. നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ എന്താ വിനയ ചെയ്യാ? കടം വാങ്ങാൻ എന്തായാലും എന്നെ കൊണ്ട് പറ്റില്ല. പിന്നെ എന്റെ അക്കൗണ്ടിലുള്ള ഒരു 2 ലക്ഷം രൂപ വേണമെങ്കിൽ ഞാൻ നിനക്ക് എടുത്തു തരാം. എന്നാലും മതി അച്ഛൻ. ഞാൻ 2 മാസത്തിനകം അച്ഛനെ പണം തിരിച്ചു തന്നേക്കാം. അങ്ങനെയാകുമ്പം ദാസങ്ങളുടെ കാല് പിടിക്കേണ്ട കാര്യമില്ലല്ലോ. ശരി, എന്നാ ഞാനത് എടുത്തു വെച്ചിട്ട് നിന്നെ വിളിച്ചോളാം. ആയിക്കോട്ടെ. എന്നാ പിന്നെ ഞാൻ പോയിക്കോട്ടെ അച്ഛാ. ശരി. അവന് ഇന്ദ്രൻ ബുദ്ധി പറഞ്ഞു കൊടുത്തോന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല മാഷേ. വിനയം പറഞ്ഞതൊക്കെ സത്യമാണെന്ന് മാഷ് വിശ്വസിക്കുന്നുണ്ടോ? എന്ന് ചോദിച്ചാ അവൻ പറഞ്ഞതിൽ പാതി സത്യവും പാതി കള്ളവുമാ മാഷേ. ഇന്ദ്രൻ മാഷിനെ കാണാൻ ഇവിടെ വന്നിരുന്നു. ആ സമയത്ത് ഇങ്ങനെ ഒരു സൂചന പോലും അവൻ എനിക്ക് തന്നില്ല. ഇന്ദ്രൻ ഇവിടുന്ന് പോയതിനു ശേഷമായിരിക്കും ഭാനുമേ വിനയൻ അവനെ കണ്ടിട്ടുണ്ടാവുക. ചിലപ്പോ വിനയനെ സഹായിക്കാൻ ഇന്ദ്രന്റെ കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് അവൻ ദാസനോട് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. ഇന്ദ്രൻ എന്തിനാ ഭാനുമ ഇങ്ങോട്ട് വന്നത്? എന്നെ കാണാനാണോ? അതെ. സുശീല അവിടെ മുറ്റത്ത് അടുപ്പ് കൂട്ടി പാചകം തുടങ്ങിയെന്നൊക്കെ പറയുന്നു. അതിനൊരു പരിഹാരം തേടി വന്നതാവണം. അച്ഛൻ ഇവിടെ തന്നെ കാണുമല്ലോ, സൗകര്യം പോലെ വന്ന് കാണാന്ന് പറഞ്ഞ അവൻ പോയത്. എനിക്ക് തോന്നുന്നത് ഇന്ദ്രനും മനുവും അവിടുന്ന് മാറി താമസിക്കുന്നതായിരിക്കും നല്ലതെന്നാ. ആ വീട്ടിൽ എന്തായാലും സുശീല അവർക്കൊരു സ്വൈര്യവും കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ദ്രൻ അവിടുന്ന് മാറിയാലും സുശീല അവന് സ്വൈര്യം കൊടുക്കില്ല. മരുമോളെ അവിടുന്ന് മാറ്റി ഇന്ദ്രൻ അവിടെ നിൽക്കണം. എങ്കിൽ സുശീല നല്ല പൊന്നുപോലത്തെ അമ്മായിമ്മയായിരിക്കും. അങ്ങനെ അവള് സൂഹിക്കണ്ട മാഷെ. ഇന്ദ്രനും അനുവിനും സുശീല സ്വൈര്യം കൊടുക്കില്ലെങ്കിൽ അവർ രണ്ടാളും അവിടെയുള്ളത് സുശീലയ്ക്കും സ്വൈര്യക്കേടാ. അത് കുറച്ചു കാലം അങ്ങനെ അങ്ങ് പോട്ടെ എന്ന് വിചാരിക്കാം. അനുമോളുടെ നിലപാട് അത് തന്നെയാ. ഇന്ദ്രനാ ഇപ്പൊ എല്ലാത്തിന്റെ നടുവിൽപ്പെട്ട് ധർമ്മസങ്കടത്തിലായത്. സ്വന്തം അമ്മ കാരണം ഒരു മകൻ ഇങ്ങനെയൊക്കെ ശ്വാസം മുട്ടി കഴിയേണ്ടി വരുന്നത് വലിയ കഷ്ടം തന്നെയാ. അല്ല, മാഷ് വിനയന് 2 ലക്ഷം രൂപ കൊടുക്കാൻ തന്നെ തീരുമാനിച്ചോ? അത് ഭാനുമേ, അവനിങ്ങനെയൊക്കെ വന്ന് പറയുമ്പോ എന്റെ ചീരുമോളുടെ ഭർത്താവല്ലേ അവൻ. ചീരുമോളി പറഞ്ഞ 1 പൈസയും അവന് കൊടുക്കണ്ടെന്നേ പറയൂ. അതെനിക്കറിയാം. ചീരു മാത്രമല്ല, ആര് കേട്ടാലും വിനയന് പണം കൊടുക്കരുതെന്നേ പറയൂ. അതുകൊണ്ട് തൽക്കാലം ഇത് നമ്മളല്ലാതെ വേറെ ആരും അറിയണ്ട ഭാനുമേ. അല്ല, 2 മാസം കഴിയുമ്പോ അവൻ കാശ് തിരിച്ചു തരൂ എന്നുള്ള പ്രതീക്ഷയിലാണോ മാഷി 2 ലക്ഷം കൊടുക്കുന്നത്? അങ്ങനെ ഒരു പ്രതീക്ഷയൊന്നും എനിക്കില്ല. തന്നില്ലെങ്കിൽ ചോദിച്ചു വാങ്ങിക്കാനും എനിക്ക് പറ്റില്ല. പിന്നെന്തിനാ മാഷേ ഇത്രയും കാശ് മാഷ് സ്വരുക്കൂട്ടി വെച്ചത്? എന്തൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടായിരിക്കും? ഞാൻ ആ പണം ചീരുവിന്റെ പ്രസവത്തിന് വേണ്ടി മാറ്റിവെച്ചതാ ഭാനുമേ. ഹോസ്പിറ്റൽ ബില്ല് വിനയം കിട്ടിയതുകൊണ്ട് അത് എടുക്കേണ്ടി വന്നില്ല. പിന്നെ ചീരുവിന്റെ പ്രസവ ശുശ്രൂഷയ്ക്കും അവൻ 1.5 ലക്ഷം രൂപ വീട്ടിൽ കൊണ്ടുവന്ന് തന്നു. ഇതൊന്നും വിനയന്റെ ഭാഗത്ത് നിന്ന് നമ്മളാരും പ്രതീക്ഷിച്ചില്ലല്ലോ. അത് ശരിയാ. വിനയനൊന്നും തന്നില്ലെങ്കിലും ചീരുവിന്റെ കാര്യങ്ങള് മാഷ് നോക്കിയല്ലേ പറ്റൂ. അതെ, വിനയന് ഞാൻ കൊടുക്കുന്ന 2 ലക്ഷം അവൻ തിരിച്ചു തന്നില്ലെങ്കിൽ അവൻ ചീരുവിന് വേണ്ടി കൊടുത്ത ഹോസ്പിറ്റൽ ബിൽ ഞാൻ അതവനങ്ങ് തിരിച്ചു നൽകിയതായിട്ട് കൂട്ടും. അത്രേ ഉള്ളൂ. മാഷേ, വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. എന്താ ഭാനുമേ? മഞ്ചാടിമോളിന്ന് കോളേജിൽ പോയത് ആ ബൈക്കുകാരൻ പയ്യന്റെ കൂടെയാ. ഇന്നലെ അവളെ ഇവിടെ കൊണ്ടുവിട്ട ആ പയ്യന്റെ കൂടെ തന്നെയാണോ?
അവൻ തന്നെയാണെന്ന് തോന്നുന്നു. അവര് പോകുന്നത് ഇന്ദ്രനും കണ്ടു. അതുകൊണ്ടാ ഞാനിത് മാഷിനോട് പറയാന്ന് വിചാരിച്ചത്. അവൻ പറഞ്ഞു മാഷ് അറിയുമ്പോ ഞാൻ എന്തുകൊണ്ട് മറച്ചു വെച്ചുവെന്ന് മാഷിന് തോന്നില്ലേ? ആ പയ്യൻ അവളുടെ ഫ്രണ്ടാണെന്നല്ലേ മഞ്ചാടി പറഞ്ഞത്. ഇനി ഫ്രണ്ടിനെ കുറിച്ചുള്ള വിവരങ്ങൾ കൂടി ചോദിച്ചറിയാം. അല്ലാതിപ്പോ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? ഭാനുവമ്മ അതേക്കുറിച്ചൊന്നും അവളോട് ചോദിക്കാൻ നിൽക്കണ്ട. ഞാൻ തന്നെ മഞ്ചാടിയോട് സംസാരിച്ചോളാം. ഓ, വണ്ടി എന്റെ സ്വന്തമായത് അറിഞ്ഞിട്ടും അമ്മയ്ക്കും മാവനും എന്താ ഒരു സന്തോഷമില്ലാത്തത്? അച്ഛൻ കാശ് ഒന്ന് സഹായിച്ചോണ്ടാണോ? ആനന്ദമാഷ് നിന്നെ മനസ്സറിഞ്ഞ് സഹായിച്ചൊന്നും അല്ലല്ലോ വിനയ. നീ കടം ചോദിക്കാൻ പോയതല്ലേ? ഞാൻ ദാസങ്ങളോട് വാങ്ങിച്ചു തരാനല്ലേ അമ്മ പറഞ്ഞത്. അപ്പോ അച്ഛന്റെ അക്കൗണ്ടിലുള്ള പണം എനിക്ക് തരണമെങ്കിൽ അത് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് അദ്ദേഹം മനസ്സറിഞ്ഞ് തന്നതായിരിക്കില്ലേ? ഞാനത് എത്രയും വേഗം തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ടും അദ്ദേഹം അത് സമ്മതിച്ചില്ല. വിനയൻ അത് കയ്യിൽ വെച്ചോളൂ, എനിക്കിപ്പോ അത് വെച്ച് ഒന്നും ചെയ്യാനില്ലല്ലോ എന്നാ പറഞ്ഞത്. എന്നാലും അത് വേണ്ടായിരുന്നു വിനയ. അതിലും നല്ലത് നീ വണ്ടിക്ക് ലോൺ ഇടുന്നതായിരുന്നു. അതാകുമ്പോ മാസാമാസം EMI അടയ്ക്കണമെന്നുള്ള ബോധമെങ്കിലും നിനക്കുണ്ടാകുമായിരുന്നു. അതെ, ഇനിയിപ്പോ മാഷ് കാശ് തിരിച്ചു ചോദിക്കില്ല എന്നുള്ള ധൈര്യത്തില് നീ ഇനി ഈ ടാക്സി ആയിട്ട് ഓടാനൊന്നും പോകുന്നില്ല. എന്റെ അമ്മയെ ഞാൻ അത്ര കുഴപ്പനാണെന്നാണോ അമ്മ പറയുന്നത്? വണ്ടിക്ക് ടാക്സി പെർമിറ്റ് ഉണ്ടെങ്കിലേ പാസഞ്ചറെ കയറ്റി ഓടാൻ പറ്റൂ. അത് കിട്ടിയ ഉടനെ വിനയൻ ഓട്ടം പോയി തുടങ്ങും. അതുപോരെ? നീ ഓടിയാ നിനക്ക് കൊള്ളാം വിനയ. എന്നിട്ട് ആ കാശ് കൂട്ടി വെച്ച് നീ മാഷിന്റെ കാശ് തിരിച്ചു കൊടുക്കണം. ഞങ്ങൾക്ക് അതേ വേണ്ടു. നീ വാലതിയെ. ഡാ, നിന്റെ ജോലി കഴിഞ്ഞെങ്കിൽ നീയും വാ, നമുക്ക് വല്ലതും കഴിക്കാം. ആ അമ്മ പോയിക്കോ, ഞാൻ വരാം. മാഷ് 2 ലക്ഷം രൂപ അവന് ഫ്രീ ആയിട്ട് കൊടുത്തതാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ ലതികെ? ആ, അവൻ മാഷിന്റെ മരുമകനല്ലേ ഏട്ടാ. വിനയന്റെ മാറ്റത്തിൽ ഒരു മതിപ്പൊക്കെ തോന്നിയിട്ട് മാഷ് കൊടുത്താണെങ്കിലോ? എന്തോ എനിക്കത്ര വിശ്വാസം പോരാ. ഒന്നാമത് ഈ കാർ ഒരു പൊങ്ങച്ചത്തിനുള്ളതാണെന്ന് അദ്ദേഹത്തിന് അറിയാം. വിനയന് പഴയതുപോലെ ഒരു ഷോപ്പ് തുടങ്ങാൻ മാഷ് സഹായിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുമായിരുന്നു. ഇതിപ്പോ ശരിക്കും എന്തായി ഇതിന്റെ പിന്നിലെന്നൊന്ന് അന്വേഷിക്കേണ്ടി വരും. ദേവൻ വരുന്നുണ്ട്.